ഹലോ, റോം ആൻഡ് റോസ്റ്റ് വിത്ത് മീ മക്കളെ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്ന റെസ്റ്റോറൻറ്റ് സ്റ്റൈലിൽ റോസ്റ്റഡ് എഗ് മസാലയാണ്. ഓക്കെ, ഇപ്പോൾ കുറച്ച് സവാള എടുത്ത് കഴുകി ഞാൻ വെച്ചു. ഇപ്പോൾ അതിനെ നുറുനുറായിട്ട് കട്ട് ചെയ്ത് സൈഡിലോട്ട് വയ്ക്കുക. അതാണ് ഫസ്റ്റ് ജോബ്. അതിനുശേഷം കുറച്ച് ഇൻഗ്രീഡിയൻസ് ആണേ, കുറച്ച് സാധനങ്ങൾ ഈസിയാണ്. കുറച്ച് കടുക്, പച്ചമുളക്, കറിവേപ്പില, ഇതൊക്കെ നമ്മളെടുത്ത് വെച്ച് കറിവേപ്പില എടുത്ത് വയ്ക്കുക. പിന്നെ പച്ചമുളക് ഒന്ന് അരിഞ്ഞ് വെക്കണം കേട്ടോ. പിന്നെ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്. ഇത്രയും ഒന്ന് റെഡിയാക്കി വെച്ചതിന് ശേഷം തവ എടുക്കുന്നു. നമ്മൾ വന്നിട്ട് സ്റ്റൗവിലോട്ട് വയ്ക്കുക. അത് അങ്ങോട്ട് നല്ല ചൂടാകട്ടെ. ഓക്കെ, എൻ്റെ തവ കണ്ടിട്ട് നിങ്ങൾ ചിരിക്കരുത്. ഇതെൻ്റെ ഒരു ലക്കി തവയാണ്, അതുകൊണ്ട് അതങ്ങനെ തന്നെ ഇരുന്നോട്ടെ. അതിനുശേഷം എണ്ണ ഒഴിക്കുക, ആവശ്യത്തിനുള്ള എണ്ണ. ഇപ്പം ഞാൻ കണക്കൊന്നും പറയുന്നില്ല, ബിക്കോസ് ഞാനൊരു 2 സ്പൂൺ ഓയിലാണ് ഒഴിച്ചത്. 2 സ്പൂൺ ഓയിൽ ഒഴിച്ചതിന് ശേഷം നമ്മൾ എടുത്തു വെച്ചിരുന്ന കടുക് അതിലോട്ടിടുക. കടുക് നല്ലോണം അങ്ങോട്ട് നല്ല മൊരിഞ്ഞ് വന്നതിന് ശേഷം, കടുക് മൊരിഞ്ഞതിന് ശേഷം അടുത്ത് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ കറി ലീഫ് ഇട്ടതിന് ശേഷം പച്ചമുളകും കറി ലീഫ് ഇത് രണ്ടും ഇട്ടിട്ട് ആ ഉള്ളി നമ്മൾ അരിഞ്ഞ് വെച്ചിരിക്കുന്ന സവാള ഉണ്ടല്ലോ അതിനെ അങ്ങോട്ടിട്ട് നല്ലതായിട്ട് അങ്ങോട്ട് വതക്കുക. ഇപ്പോൾ ഞാൻ ചെയ്യുന്ന പോലെ തന്നെ നല്ലതായിട്ട് അങ്ങോട്ട് വതക്കിയതിന് ശേഷം നല്ല ഇതാവണം കേട്ടോ, കുറച്ച് നല്ലതായിട്ട്, ബിക്കോസ് ഇത് റോസ്റ്റ് അല്ലേ, അത് നല്ലതായിട്ട് ഒന്ന് ഇതായതിന് ശേഷം അടുത്ത് നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇത് ഡീപ്പായിട്ട് നല്ലതായിട്ട് റോസ്റ്റ് ആവണം. ബിക്കോസ് റോസ്റ്റാണ് ഇതാണ് റോസ്റ്റഡ് എഗ് മസാലയാണ്. അപ്പോൾ ഉള്ളി ഇങ്ങനെ പച്ചയായിട്ട് തിന്നു കഴിഞ്ഞാൽ ഒന്നും നടക്കത്തില്ല. ബിക്കോസ് അത് ചെയ്യണം. അതുകൊണ്ട് എനിക്ക് വീഡിയോ ഇങ്ങനെ ഒരുപാട് ഡ്രാഗ് ചെയ്യണ്ട. അപ്പോൾ എനിക്ക് അത്രയും നേരം വരെ വെച്ചുകൊണ്ടിരിക്കാനും പറ്റത്തില്ല. അപ്പോൾ നമ്മൾ ഉള്ളി ഇങ്ങനെ നല്ലോണം വതക്കുന്ന സമയത്തിന് നമ്മുടെ മുട്ട വേവിച്ചത്, ഓക്കെ, ഞാനിപ്പോൾ എടുത്തേക്കുന്നത് ഇവിടെ വന്നിട്ട് 4-5 മുട്ട എടുത്തിട്ടുണ്ട്. ഈ 5 മുട്ട നല്ലതായിട്ട് ഒരു 15 മിനിറ്റാണേ മുട്ടയുടെ കുക്കിംഗ് ടൈം എന്ന് പറഞ്ഞാൽ. ഞാൻ 15 മിനിറ്റ് ഞാൻ അലാറം വെച്ച് വയ്ക്കുവാണ്. അത് വേവിച്ച് വെച്ചതിന് ശേഷം നമ്മൾ ആ ഉള്ളി നല്ലതായിട്ട് മുറുമുറാന്ന് വന്ന ഇത് കുറച്ച് വതങ്ങി വന്ന ഉള്ളിയിലോട്ട് നമ്മൾ വന്നിട്ട് എന്താ ഇട്ടേക്കുന്നത്, ഇപ്പോൾ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ആഡ് ചെയ്തു. അതിനെ ഒരു സൈഡിലോട്ട് ഇങ്ങനെ വതക്കുകയാണ്. ആ സമയത്ത് തന്നെ ഞാൻ വന്നിട്ട് ഇതിൻ്റെ മുട്ടയുടെ കാര്യം ഒരു സൈഡിൽ നോക്കുന്നുണ്ട്. മുട്ട വന്നിട്ട് നല്ല ഇതായിട്ട് 15 മിനിറ്റ് കുക്ക് ചെയ്ത് അതിനെ പൊളിച്ച് നീറ്റായിട്ട് വെക്കുക ഒരു സൈഡിലോട്ട്. എന്നിട്ട് അതിന് ശേഷം ഈ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ഇട്ടിട്ട് അതിൽ നമ്മൾ ഇടേണ്ട അടുത്ത മസാലകൾ എന്ന് പറയുമ്പോൾ ഫസ്റ്റ് കാശ്മീരി ചില്ലി പൗഡറാണ്. പിന്നെ വന്നിട്ട് നമ്മുടെ സാധാരണ മുളക് പൊടി, ഓക്കെ, റെഡ് ചില്ലി പൗഡർ. പിന്നെ വന്നിട്ട് നമ്മുടെ കൊറിയാണ്ടർ എന്ന് വെച്ചാൽ മല്ലിപ്പൊടി. പിന്നെ വന്നിട്ട് വേണ്ടതെന്ന് പറയുമ്പോൾ ടർമറിക്ക്, ഓക്കെ. ഈ ടർമറിക്കും കൂടി ഇട്ടതിന് ശേഷം അടുത്ത് നമ്മളിതിനെ ഇട്ട് ഇതിൽ തന്നെ ഇടണം, ഓക്കെ. വെള്ളമൊന്നും ഒഴിക്കാൻ പാടില്ല. അങ്ങനെ തന്നെ ഇട്ട് നല്ല ലൈറ്റായിട്ടൊന്ന് വതക്കുക. പക്ഷേ ആ സമയത്ത് അതിങ്ങനെ നമ്മൾ വതക്കുന്ന സമയത്തിന് അതിനെ ഇത് ചെയ്യുന്ന വതക്കുമ്പോൾ നമ്മൾ ലോ ഫ്ലെയിമിൽ വെച്ച് വേണം ചെയ്യാനും. മേക്ക് ഷുവർ ഹൈ ഫ്ലെയിമിലൊക്കെ ഇടുകയാണെങ്കിൽ നല്ലതായിട്ട് കരിഞ്ഞ് കറുത്ത കളറിൽ വരും കേട്ടോ. അങ്ങനെ ചെയ്യരുത് ഒരിക്കലും. നമുക്ക് ലൈറ്റായിട്ട് അതൊന്ന് റോസ്റ്റായി കിട്ടണം, അത്ര തന്നെ, ഓക്കെ. എന്നിട്ട് അത് ലൈറ്റായിട്ട് റോസ്റ്റായെന്ന് പറയുമ്പോൾ വെള്ളം ഒഴിച്ച് നല്ലതായിട്ടൊന്ന് ഇളക്കി പിടിപ്പിച്ച് നല്ലതായിട്ടൊന്ന് ഇളക്കണം. ഞാൻ ഇച്ചിരി ഉണ്ടാക്കുന്നുള്ളൂ, ബിക്കോസ് എന്നിട്ട് എന്താണെന്നറിയോ, അത്രയും മതി, അതിൻ്റെ ആവശ്യമുള്ളൂ. പക്ഷേ നിങ്ങൾ അതുപോലെ തന്നെ വന്നിട്ട് നിങ്ങൾക്ക് ആവശ്യത്തിനുള്ളത് ക്വാണ്ടിറ്റി നിങ്ങൾ എടുത്തോളൂ. എന്നിട്ട് ഞാൻ ക്വാണ്ടിറ്റി ഒന്നും പറയുന്നില്ല. ഉള്ളി ഞാൻ എടുത്ത കണക്ക് ഞാനതിൽ കാണിക്കുന്നുണ്ട്, അത്രയേ ഉള്ളൂ. അതിനുശേഷം ഇതിനെ നല്ലതായിട്ട് അങ്ങോട്ട് ഇളക്കി യോജിപ്പിച്ചത് കണ്ടോ, അതിൻ്റെ കളർ കണ്ടോ. അപ്പോൾ നമുക്ക് നല്ലതായിട്ട് ഇളക്കി യോജിപ്പിച്ചിട്ട് അതിൽ ഒരു സീക്രട്ട് എന്ന് പറയുന്നത് ഇതാണ്, ഈ കെച്ചപ്പ്. 1 സ്പൂണ് ടൊമാറ്റോ കെച്ചപ്പ് അതിലോട്ട് അങ്ങോട്ട് ഇട്ടിട്ട് നല്ലതായിട്ട് അങ്ങോട്ട് ഇളക്കി അതിനെ ഒന്ന് യോജിപ്പിച്ചതിന് ശേഷം നമ്മൾ പിന്നെ അതേ മുട്ട എടുത്തു. മുട്ട നല്ലോണം അതിൻ്റെ മുകളിൽ നിന്ന് തൊലിയൊക്കെ ഒന്ന് എടുത്തതിന് ശേഷം അതിനെ വരയണം കേട്ടോ. നമ്മൾ ഒരു കത്തി എടുത്തിട്ട് അതിനെ ലൈറ്റായിട്ട് ഒരു 2-3 ഭാഗം ഇങ്ങനെ ലൈറ്റായിട്ടൊന്ന് വരഞ്ഞു വിടണം, ഓക്കെ. അത് ഇങ്ങനെ എന്നാലേ ആ മസാല അതിനകത്ത് കയറാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്, ഓക്കെ. അപ്പോൾ ആ മസാല ഒന്ന് അതിനകത്ത് കയറാൻ കണക്കിന് അത് ചെയ്തതിന് ശേഷം ഇതിനെ ഇട്ട് നല്ലോണം ഒന്ന് ഇളക്കി യോജിപ്പിക്കുക. പക്ഷേ ചിലവർ ചെയ്യാറുണ്ട് എന്ന് വെച്ചാൽ എണ്ണ ഒഴിച്ചിട്ട് പിന്നെ ആ മുളക് പൊടിയിലൊക്കെ ഇട്ട് ഇങ്ങനെ മുട്ടയെ മാത്രം ഇട്ടിട്ട് ഇങ്ങനെ ഇത് ചെയ്തിട്ട്. പക്ഷേ ഞാനങ്ങനെ ചെയ്യുന്നില്ല. കാരണം ചുമ്മാ എന്തിനാണ് നമ്മൾ വീണ്ടും ഇത് മതി, ഇങ്ങനെ മതി. ബിക്കോസ് ഇതാണ് എനിക്കിഷ്ടമാണിത്, വീട്ടിലെല്ലാവരും അതാണ് കഴിക്കുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് ഞാനിങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ അതിനെ വന്നിട്ട് നല്ലതായിട്ട്
എടുത്ത് നോക്കണ്ട അതിൻ്റെ കളറും ഇതൊക്കെ കണ്ടോ. എന്നിട്ട് അതിൽ ഞാൻ ചെയ്യുന്നതെന്ന് വെച്ചാൽ കറിവേപ്പില വന്നിട്ട് ഞാൻ അങ്ങനെ അങ്ങ് ഇടാറില്ല. എന്താണെന്നറിയോ, പിള്ളേരൊക്കെ അത് എടുത്ത് കളയും. അതുകൊണ്ട് ലാസ്റ്റ് ഇച്ചിരി ഇങ്ങനെ കട്ട് ചെയ്ത് ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തിട്ട് നുരുന്നുരാന്ന്, ഇതിനേക്കാളും ചെറുതായിട്ട് കട്ട് ചെയ്യണമെങ്കിൽ കട്ട് ചെയ്തോളൂ, നല്ലതല്ലേ കറി ലീഫ് കഴിക്കുന്ന പിള്ളേർക്ക്. അപ്പോൾ അതുകൊണ്ട് അതിൻ്റെ മുകളിൽ അങ്ങോട്ട് വാരി അങ്ങോട്ട് ഇട്ടിട്ട് നമ്മുടെ മുട്ട കണ്ടില്ലേ, മസാല കണ്ടോ, മുട്ട റോസ്റ്റ് കണ്ടോ, എങ്ങനെ എന്ത് സൂപ്പർ അടിപൊളിയായിട്ടിരിക്കുന്നതെന്ന് കണ്ടോ. ഇപ്പോൾ ഇത് എന്തിൻ്റെ കൂടെയും കഴിക്കാം, നമുക്ക് പൊറോട്ട കൂടെ വന്നിട്ട് ചപ്പാത്തിയുടെ കൂടെ എന്തുവാണെങ്കിലും, ചൂടായിട്ട് റൈസ് ചോറിൻ്റെ കൂടെ ആണെങ്കിലും സൂപ്പറായിരിക്കും, അടിപൊളിയായിരിക്കും. പക്ഷേ ഞാനിന്ന് ചോറിൻ്റെ കൂടെയാണ് കഴിക്കുന്നത്, ചപ്പാത്തിൻ്റെ കൂടെയൊന്നും അല്ല. ബിക്കോസ് ഒന്ന് കാണിക്കാമെന്ന് വിചാരിച്ചു നിങ്ങളെ. നല്ല ടേസ്റ്റായിരുന്നു കേട്ടോ ഇതുണ്ടാക്കുമ്പോൾ. ചുമ്മാ എടുത്തു വെച്ചു വീഡിയോ എടുത്തു വെച്ചു. പക്ഷേ നിങ്ങളൊന്ന് കാണിക്കുക, നല്ല ടേസ്റ്റ് ഉള്ളത് കൊണ്ടാണ് ഞാൻ നിങ്ങളെ കാണിക്കുന്നത്. ബിക്കോസ് ചിലതൊക്കെ ഫെയിലിയറായി പോകും, പക്ഷേ ഇത് നല്ല സൂപ്പറായിട്ടുണ്ടായിരുന്നു, നല്ല ടേസ്റ്റുമായിരുന്നു. ഈസി ആയിട്ട് പെട്ടെന്ന് നമുക്ക് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു അടിപൊളിയായിട്ടുള്ള മുട്ട റോസ്റ്റാണ്. നമ്മൾ ഈ റെസ്റ്റോറൻറ്റിലൊക്കെ പോയി നമ്മൾ കഴിക്കുന്ന അതേ സ്റ്റൈലിലുള്ള ഇത് വന്നിട്ടുണ്ട്. എന്തായാലും നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. ട്രൈ ചെയ്തിട്ട് ചോറിൻ്റെ കൂടെ ആ മുട്ടയും ആ കറിയും, എനിക്കാണെങ്കിൽ ക്യാമറ പിടിക്കുക വന്നിട്ട് അതിൻ്റെ ഒരു അൺകംഫർട്ടബിൾ ഉണ്ടായിരുന്നു വീഡിയോയിൽ. പക്ഷേ മറ്റ് പടി സൂപ്പറായിരുന്നു കേട്ടോ. വേറെ ആരും ഹെൽപ്പ് ചെയ്യാനുണ്ടായിരുന്നില്ല വീഡിയോ എടുക്കാൻ. അടിപൊളിയായിട്ടുണ്ടായിരുന്നു. കഴിച്ചു നോക്ക് നിങ്ങൾ, ചോറിൻ്റെ കൂടെ, ചപ്പാത്തിയും അപ്പം എന്തിൻ്റെ കൂടെ കഴിക്കാനും ഒരു സൂപ്പർ സാധനമാണ്. എന്തായാലും നമ്മുടെ ഈ എഗ് റോസ്റ്റ് ഉണ്ടാക്കി കഴിക്കണം നിങ്ങൾ. കഴിച്ചിട്ട് എന്നോട് പറയണം, അഭിപ്രായം പറയണം. കാണുന്നവർ ചുമ്മാ കാണുന്നതല്ല, അഭിപ്രായം പറയണം കമൻറ്റിൽ. എന്തുവാണെങ്കിലും ഓക്കെയാണ്. പ്ലീസ് ഇഷ്ടമാവുകയാണെങ്കിൽ നിങ്ങളെല്ലാവർക്കും ഷെയർ ചെയ്യൂ. എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. ലൈക്ക് ബട്ടൺ പ്രസ് ചെയ്യൂ. താങ്ക് യു. പിന്നെ നമുക്ക് ഒരുപാട് വീഡിയോസൊക്കെ ആയിട്ട് നമുക്കിനി കാണാം കേട്ടോ. അൻറ്റിൽ ദെൻ ബൈ ടാറ്റാ.